നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ നിയമനം നടത്തണമെന്ന് ആവശ്യം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. CPI കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. പതാക ജാഥകളെത്തി. കാഞ്ഞങ്ങാട് പി സ്മാരക സമിതി 2014-16 വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോടതി സ്റ്റേ ചെയ്തു. വളകിലുക്കമല്ല, ബാൻഡ് വാദ്യം മുഴങ്ങും. പള്ളിക്കര കുടുംബശ്രീ CDSന്റെ ബാൻഡ് വാദ്യ സംഘം ആദ്യ പരേഡ് നടത്തി. അശാസ്ത്രീയമായ ഫെയർ വാല്യൂ വർധനവ് പിൻവലിക്കണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ കൺവെൻഷൻ. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പിന് തുടക്കം. NSSന്റെ അവധിക്കാല ക്യാമ്പുകൾക്ക് തുടക്കമായി. ക്രിസ്തുമസിന് വരവേൽക്കാൻ മലയോര ഗ്രാമങ്ങൾ ഒരുങ്ങി. നാട് ആഘോഷലഹരിയിലേക്ക്. വാർത്തകൾ വിശദമായി. ജില്ലയിലെ ഒഴിവുള്ള പ്രിൻസിപ്പാൾ തസ്തികയിൽ നിയമനം നടത്തണമെന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 24ാം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടന്നത്. 2 ദിവസങ്ങളിലായി നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. ഹയർ സെക്കൻഡറി ഓഫീസുകളിൽ ഓഫീസ് സ്റ്റാഫുകളെ നിയമിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം HSSTA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സാബുജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ചെയ്തിട്ടാണ് ശനിയാഴ്ച അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ശരിക്കും പ്രവർത്തനം തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. ശനിയാഴ്ച പ്രവർത്തനമാണ്. പക്ഷേ ശനിയാഴ്ചത്തെ ജോലി മറ്റ് ദിവസങ്ങളിലായി ക്രമപ്പെടുത്തി അധിക ജോലി ചെയ്തിട്ടാണ് ശനിയാഴ്ച കുട്ടികൾക്ക് നമ്മൾ ഓഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ഈ സ്കൂളിൽ ചില ദിവസങ്ങൾ അവധി വന്നാൽ പകരം ശനിയാഴ്ച അതിന്റെ കോമ്പൻസേഷൻ. ജില്ലാ വൈസ് പ്രസിഡന്റ് T നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. സമ്മേളനം അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇരുളിലാണ്ട ലോകത്തിന് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത രാജ്യമാണ് ഭാരതം. ലോകം മുഴുവനും വെട്ടിപ്പിടിക്കലിന്റെയും അക്രമത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ സാഹചര്യത്തിൽ ഞെതിപതി കൊള്ളുമ്പോഴും പ്രത്യാശയുടെ കിരണങ്ങൾ ലോകത്തിന് സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ കിരണങ്ങൾ പകർന്നു കൊടുത്തത് ഭാരതമായി. ഇന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തെടുത്താലും വെൽറ്റ് ബോംബുകളും അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളും നമ്മളെ ഞെട്ടിപ്പിച്ച സംഭവം സത്യത്തിൽ നമ്മൾ അനുശേഷിക്കേണ്ടതായിരുന്നു. പെഷവാറിൽ പാകിസ്ഥാനിലെ 150ഓളം കുഞ്ഞുങ്ങളെ അതിഭീകരമായി, ദാരുണമായി ഭീകരന്മാർ അവരുടെ ചട്ടുകമാക്കിക്കൊണ്ട് സ്റ്റൺ ഗണ്ണുകളിൽ നിന്ന് വെടിയുണ്ടകൾ തീർത്ത് ആ കുരുന്നു മക്കളെ കരിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ജില്ലാ പ്രസിഡന്റ് P ശശിധരൻ അധ്യക്ഷനായി. N സദാശിവൻ, M ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. രാവണേശ്വരം മാക്കിയിലാണ് സമ്മേളനം നടക്കുന്നത്. CPI കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനം മാക്കിയിൽ തുടങ്ങി. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിവിധ പതാക കൊടിമര ജാഥകൾ സമാപിച്ചു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക P അമ്പുനായരുടെ വസതിയിൽ നിന്നും ഭാര്യ സരസ്വതി, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി N യമുനയെ ഏൽപ്പിച്ചു. കൊടിമര ജാഥ കല്ലളന്റെ വസതിയിൽ നിന്നും സഹോദരൻ P കണ്ണൻ, ATUC നേതാവ് CK ബാബുവിനെ ഏൽപ്പിച്ചു. രാമഗിരി തെക്കേപ്പള്ളം കേന്ദ്രീകരിച്ച് പതാക കൊടിമര ജാഥകൾ സമ്മേളന നഗരിയിലെത്തി. സമ്മേളന നഗരിയിൽ സ്വാഗത സംഘം ചെയർമാൻ A തമ്പാൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം തുടങ്ങി. നേട്ടങ്ങളുടെ പട്ടികയിൽ പള്ളിക്കര കുടുംബശ്രീ CDSന് ഇനി ബാൻഡ് വാദ്യവും. ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ വനിതാ ബാൻഡ് സംഘമാണ് പള്ളിക്കരയിൽ പിറവിയെടുത്തത്.
മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ ഇതിനകം അംഗീകാരത്തിനർഹമായ പള്ളിക്കര കുടുംബശ്രീ CDS ബാൻഡ് വാദ്യ രംഗത്തും ചുവടുവെക്കുന്നു. ചിട്ടയായ പരിശീലനത്തിലൂടെ മികവുറ്റ ബാൻഡ് സംഘത്തിനാണ് CDS പ്രവർത്തകർ രൂപം നൽകിയത്. 24 അംഗങ്ങളുള്ള ബാൻഡ് സംഘത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം A. ജാസ്മിനും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഗൗരി, പഞ്ചായത്ത് അംഗം CKK ഷീബ, CDS അധ്യക്ഷ V. ഗീതയും അംഗങ്ങളാണ്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വേണ്ടി ഒരു ബാൻഡ് സെറ്റ് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ 2014-15 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പൂർണ്ണമായ സപ്പോർട്ടും അതിനുവേണ്ടിയുള്ള ഫണ്ട് 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് നീക്കിവെക്കുകയും ചെയ്തു. ആ ഫണ്ടും ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ ലോണും എടുത്തിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 25 ആളുകളാണ് ഗ്രൂപ്പിലുള്ളത്. എന്നാൽ ഈ ഗ്രൂപ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഒരു ആളുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് ഇന്ന് ഈ ഉദ്ഘാടന പരിപാടിക്ക് അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ബാക്കി 24 ആളുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് മുമ്പോട്ട് പോകുന്നത്. അവർ വരുമ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്താനാണ് ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ജില്ലാ മിഷനിൽ തന്നെ 1ാം സ്ഥാനം കിട്ടിയ ഒരു CDS ആണ്. ഞങ്ങൾക്ക് ബ്ലോസം, അതുപോലെ തന്നെ നാപ്കിൻ യൂണിറ്റ്, ന്യൂട്രിമിക്സിൻ യൂണിറ്റ്, ഇങ്ങനെ പല പല യൂണിറ്റുകളുണ്ട്. 79 സംരംഭങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 214 JLG ഗ്രൂപ്പ് ഞങ്ങൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 330 കുടുംബശ്രീയാണ് ഞങ്ങളെ പഞ്ചായത്തിൻ്റെ അകത്ത് CDSന്റെ അകത്ത് പ്രവർത്തിക്കുന്നുള്ളത്. ഇതിനൊക്കെ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. ബാൻഡ് സംഘത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ നിർവഹിച്ചു. കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഓഫീസും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും ഈ കുടുംബശ്രീക്ക് എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് സംബന്ധിച്ചുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല എന്നുള്ളതാണ് അതിനുശേഷമുള്ള CDSന്റെ ഓരോ പ്രവർത്തനവും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം കുന്നൂച്ചിയിൽ നിന്നും തച്ചങ്ങാട്ടേക്ക് ആദ്യ പരേഡ് നടന്നു. പരേഡ് കാണാൻ 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. കാഞ്ഞങ്ങാട് പി സ്മാരക സമിതിയുടെ 2014-16 വർഷത്തെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പി സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങൾ മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തു. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ മകൻ P. രവീന്ദ്രൻ നായരാണ് പരാതി നൽകിയത്. കാഞ്ഞങ്ങാട് പി സ്മാരക സമിതിയുടെ ബൈലോ അനുസരിച്ച് 2014 ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട വാർഷിക പൊതുയോഗം 9 മാസം കഴിഞ്ഞിട്ടും വിളിച്ചു ചേർത്തില്ലെന്ന് രവീന്ദ്രൻ നായർ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 4 വർഷമായിട്ട് നമ്മൾക്ക് ഗവൺമെന്റ് 20 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തതാണ്. പക്ഷേ 20 ലക്ഷം ഈ 3 വർഷം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവസാനം അസംബ്ലിയിൽ അതിനെക്കുറിച്ചൊരു പരാമർശം വന്നപ്പോഴാണ് ഒന്ന് ഒരു സ്ഥലമുടഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഓരോ മീറ്റ് സംഘടിപ്പിക്കുകയും അങ്ങനെ അതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും കൂടി ഇപ്പം നാളത്തെ മീറ്റിങ്ങിലിട്ട് അതും കൂടെ അതിലൊരു എജൻഡയാണ്. മന്ത്രി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു ഭാവിയിൽ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് വലിയ ബോധ്യമൊന്നുമില്ല. കാരണം പഴയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും വലിയ സാധ്യത കാണുന്നില്ല. എന്നാലും സമിതി രജിസ്ട്രേഷൻ നടപടികൾ പോലും 32 വർഷമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അശാസ്ത്രീയമായ ഫെയർ വാല്യൂ വർധനവ് പിൻവലിക്കണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്തർഗ് യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഹോസ്തർഗ് ഫോർട്ട് വിഹാറിലാണ് കൺവെൻഷൻ ചേർന്നത്. ആധാരമെഴുത്തുകാരുടെ പെൻഷൻ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്തർഗ് യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട് ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സമ്പ്രദായം ഈ മേഖലയിൽ വേണമെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഏറ്റവും വളരെ ഇതൊരു സുതാര്യമായി ഈ രംഗം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണത്. അതുപോലുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സമരമുഖത്തേക്ക്, ഒരു സമര പ്രഖ്യാപനത്തിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ ബഹുമാന്യരായ നേതാക്കന്മാർ ഒരു ആശങ്കയുടെ തുലമ്പ് പ്രതീക്ഷ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. ബഹുമാന്യരായ രജിസ്ട്രേഷൻ വകുപ്പ് പങ്ക് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് സംഘടനയുമായി ചർച്ചയിലേക്ക് പോകുന്നത് എന്തുമാകട്ടെ. യൂണിറ്റ് പ്രസിഡന്റ് P. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ശങ്കരൻ നമ്പൂതിരി, V. മാധവൻ നായർ, സുനിൽകുമാർ കൊട്ടറ, PR കുഞ്ഞിരാമൻ, PP കുഞ്ഞികൃഷ്ണൻ നായർ, AC ബാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി EV വിനോദ് സ്വാഗതം പറഞ്ഞു. ക്രിസ്തുമസ് ആഘോഷലഹരിയിൽ മലയോരം വൈവിധ്യമാർന്ന പരിപാടികളുമായി ഒട്ടേറെ സംഘടനകൾ.
കാലിത്തൊഴുത്തിൽ പിറന്ന വിണ്ണിന്റെ രാജകുമാരനു വേണ്ടി മണ്ണിലെ രാജാക്കന്മാർ ധനുമാസത്തിലെ തണുപ്പുള്ള രാത്രിയിൽ മീറയും കുന്തിരിക്കവും സമ്മാനങ്ങളുമായി കാണുവാൻ പോയതുപോലെ പരസ്പരം ചിന്തിക്കുവാനും പ്രശ്നങ്ങൾ പങ്കുവെക്കാനും സമൂഹത്തിൽ ഇടപെടാൻ കഴിയാത്തതുമായ കുട്ടികളുടെ അടുത്ത് ചുള്ളിക്കര JCI പ്രവർത്തകർ സമ്മാനങ്ങളും കേക്കുകളുമായി എത്തി. രാജപുരം ബഡ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. വിഘ്നേശ്വര ഭട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ ജോസ് അധ്യക്ഷത വഹിച്ചു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടന്തോടി അബ്രഹാം, JCI P. വർഗീസ്, ലത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. JC ജോർജ്, JC സുരേഷ് കൂക്കൾ, JC മണി, JC ഉണ്ണിക്കണ്ണൻ, JC അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. JCI പ്രസിഡന്റ് ബിജു മുണ്ടപ്പുഴ സ്വാഗതവും ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഡാലിയ നന്ദിയും പറഞ്ഞു. രാജപുരം ഫെഡറൽ ബാങ്ക് ഒരുക്കിയ ക്രിസ്മസ് ആഘോഷം ശ്രദ്ധേയമായി. ഫെഡറൽ ബാങ്കിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഫാദർ ഷാജി വടക്കേത്തൊട്ടി കേക്ക് മുറിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. കള്ളാർ ജുമാ മസ്ജിദ് ഭാരവാഹി അബ്ദുൽ കരീം ബോവിക്കാനം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MU തോമസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ സിൻസി, കള്ളാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ ജോസ്, ഹോളി ഫാമിലി ഹെഡ്മാസ്റ്റർ സന്തോഷ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് മാനേജർ ജോസ് MB സ്വാഗതം പറഞ്ഞു. KCWA 25ഓളം വരുന്ന അംഗങ്ങൾ ഇടവക വികാരി ഡോക്ടർ ഫാദർ ജോസ് കുന്നുവെട്ടിയിലിനോടൊപ്പം പൂടുങ്കല്ല് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. ഡോക്ടർ ഫാദർ ജോസ് കുന്നുവെട്ടിയിൽ ക്രിസ്മസ് സന്ദേശം നൽകി. ഡോക്ടർ ജയന്തി സീത മുഖ്യാതിഥിയായി. KCWA അംഗങ്ങൾക്കൊപ്പം ആശുപത്രിയിലെ മുഴുവൻ ജോലിക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. കരോൾ ഗാനം ആലപിച്ചുകൊണ്ട് ഡോക്ടർ ഫാദർ ജോസ് കുന്നുവെട്ടിയിൽ കേക്ക് മുറിച്ചു. കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി ചുള്ളിക്കരയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിന്റെയും സെന്റ് മേരീസ് നഴ്സറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. റവറന്റ് ഫാദർ ജോസ് കുന്നുവെട്ടിയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജി മോൾ ക്രിസ്മസ് സന്ദേശം നൽകി. സ്പെഷ്യൽ സ്കൂൾ PTA പ്രിൻസിപ്പൽ C. ഷെറിൻ സ്വാഗതവും ബിജു മുണ്ടപ്പുഴ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. രാജപുരം ഫെഡറൽ ബാങ്ക് മാനേജർ ജോൺ, സിസ്റ്റർ സാന്ദ്ര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരീക്ഷാ പരിശീലനത്തിന് തുടക്കമായി. ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം ജില്ലയിലെ അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്ക് വേണ്ടിയാണ് തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. വിവിധ മത്സര പരീക്ഷകൾക്കായി യുവതീ യുവാക്കളെ സജ്ജരാക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം. E. ചന്ദ്രശേഖരൻ MLA പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റുകളുമായി അവർക്ക് പോയി ആധികാരികമായി സർക്കാരിന്റെ ഈ കേന്ദ്രത്തിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാനും ആദ്യമൊക്കെ നിശ്ചിത സമയപരിധിക്കകത്ത് റിന്യൂവൽ ചെയ്യണമെന്നാണ്. 6 മാസത്തിൽ 3 മാസം 6 മാസം 1 വർഷം പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 വർഷത്തിലൊരിക്കൽ എന്തായാലും. പിന്നീട് അതിപ്പോ മാറ്റി, ഇപ്പൊ 3 വർഷമായി. അല്ലെ ഇപ്പൊ 12 വർഷമായിട്ടില്ല, ഇന്നാരും നിൽക്കുന്നില്ല. ഇവരിപ്പോ എത്ര വർഷമാക്കിയുണ്ട്. ഇപ്പൊ അവരെ ഏതെങ്കിലും ഒരു ഓഫീസറുടെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെയോ വിഷയമായി ആരും കാണരുത്. ആ സംവിധാനത്തിൽ, നമ്മുടെ സംവിധാനത്തിൽ വന്ന പോരായ്മ വളരെ ഗൗരവമുള്ളതാണ്. എന്തിനു വേണ്ടിയായിരുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ? അതിന്റെ ലക്ഷ്യം, അതിന് എന്തിനു വേണ്ടി അത് രൂപീകരിച്ചു, അല്ലെങ്കിൽ എന്തിനാ സ്ഥാപനത്തെ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നതിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറുകയാണ്. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ M. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ജൂനിയർ സൂപ്രണ്ട് ഭക്തവത്സലൻ, EV ശങ്കുണ്ണി എന്നിവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ K. അബ്ദുൾ റഹ്മാൻ കുട്ടി സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനുള്ള ക്രിസ്മസ് ക്യാമ്പ് തുടങ്ങി. 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്.
ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ക്യാമ്പ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായിക് ഉദ്ഘാടനം ചെയ്തു. സുധൻ അധ്യക്ഷനായി. എ പ്രദീപ് കുമാർ, PTA പ്രസിഡന്റ് കെ അബ്ദുൾ സത്താർ, HSA സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കൃഷ്ണൻ കൈപ്രത്ത് ക്യാമ്പ് വിശദീകരണം നടത്തി. ഹെഡ്മാസ്റ്റർ NP പ്രേമരാജൻ സ്വാഗതം പറഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ യോഗ പരിശീലനം, കായിക പരിശീലനം, കായിക മത്സരങ്ങൾ, വിജ്ഞാന സദസ്സ്, നാടൻ പാട്ടുകളരി, ജനപ്രതിനിധികളുടെ ക്യാമ്പ് സന്ദർശനവും നടക്കും. അതിയാമ്പൂർ പാർക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സാംസ്കാരിക ഘോഷയാത്ര നടന്നു. ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിയാമ്പൂർ പാർക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പുതിയകോട്ട സ്മൃതി മണ്ഡപത്തിൽ നിന്നും അതിയാമ്പൂരിലേക്ക് മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഘോഷയാത്രയിൽ മുത്തുകുടയും നിശ്ചല ദൃശ്യങ്ങളും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായിക് നിർവഹിച്ചു. തുടർന്ന് വൈകുന്നേരം സുശീല ഗോപാലൻ അനുസ്മരണ സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M പൊക്ലൻ നിർവഹിച്ചു. പ്രൊഫസർ മനോജ് പട്ടാനൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. B സുകുമാരൻ, കൗൺസിലർ P ലീല, B രാജൻ, MV രാഘവൻ, ബാബു ബല്ല, ബൈജു അതിയാമ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളിക്കോത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. വേലേശ്വരം ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ക്യാമ്പ് വേലേശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുജാത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സേവനത്തിന് ഇത്രയെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ്. ആ ജനസേവനത്തിലൂടെ ആയിരിക്കണം നമ്മുടെ വളർച്ച. നമുക്ക് പിന്നെ ജാതിഭേദ മതഭേദമില്ലാതെ ഒരു ഏകതര സഹോദരങ്ങളെ പോലെ ആയിരിക്കണം. കാരണം ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് തമ്മിലടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഉള്ളതിൽ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ ഹിന്ദുവോ, ഞാൻ മുസ്ലിം, ഞാൻ ഇസ്ലാം, ക്രിസ്ത്യൻ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മുടെ മനസ്സിലില്ല. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരൊറ്റ ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവരാണ്. മറ്റു ജാതികളോ മതങ്ങളോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നു വരില്ല. പഞ്ചായത്ത് അംഗം K കാര്യമ്പു അധ്യക്ഷനായി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ഗംഗാധരൻ പാലക്കി, VV ഭാസ്കരൻ, P കൃഷ്ണൻ, KV സുകുമാരൻ, KV ബാലകൃഷ്ണൻ, ദാക്ഷായണി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M ജയശ്രീ സ്വാഗതവും AK സുകുമാരൻ നന്ദിയും പറഞ്ഞു. ക്യാമ്പിന്റെ ഭാഗമായി മുറ്റത്തൊരു മാവ്, നടപ്പാത നിർമ്മാണം, പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് ക്യാമ്പ് കീക്കാങ്കോട്ട് LP സ്കൂളിൽ തുടക്കമായി. 7 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിയന്റെ ക്യാമ്പാണ് കീക്കാങ്കോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്നത്. 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ബണ്ട് നിർമ്മാണവും HM ഓഫീസ് വൈദ്യുതീകരണവും പച്ചക്കറി കൃഷിയുമെല്ലാം ലക്ഷ്യമിടുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കേടുവന്ന ഫർണിച്ചറുകളും വയറിംഗ് ജോലിയുടെയും ഉദ്ഘാടനം ഡെപ്യൂട്ടി DMO E മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിനോദ് കുമാർ, വളണ്ടിയർ സെക്രട്ടറി അഖിലേഷ്, അധ്യാപകൻ സജീവൻ, പൊന്നമ്മ, നഴ്സിംഗ് സൂപ്രണ്ട് ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന് എയ്ഡഡ് പദവി നൽകാൻ നടപടിയെടുക്കണമെന്ന് ഉദുമ MLA K കുഞ്ഞിരാമൻ ആവശ്യപ്പെട്ടു. റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പഠനവും പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനമാണ്. ഇതിന് എയ്ഡഡ് ലഭ്യമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുമെന്ന് റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA K കുഞ്ഞിരാമൻ പറഞ്ഞു. സേവന മേഖലയിൽ കാഞ്ഞങ്ങാട് റോട്ടറി സ്പെഷ്യൽ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷകർതൃ സമിതിയും ചെയ്തുവരുന്ന പ്രവർത്തനങ്ങളെ MLA അഭിനന്ദിച്ചു. പുണ്യം ചെയ്തവർക്ക് നന്മ കിട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവരുടെ അവരുടെ ജീവിത രീതിക്കനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൽ ഉത്തമ പൗരന്മാരാക്കി കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ കടമയാണ്, ഉത്തരവാദിത്വമാണ് ഈ റോട്ടറി ക്ലബും ഇതിന് നേതൃത്വം കൊടുക്കുന്ന സ്കൂൾ ടീച്ചേഴ്സും മറ്റും നടത്തി വരുന്നതെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം. VV ഹരീഷ് അധ്യക്ഷനായി.
MR നമ്പ്യാർ, MC ജേക്കബ്, T മുഹമ്മദ് അസ്ലാം, ചഞ്ചലാക്ഷി, മല്ലിക രാജൻ, ബീന സുഗു, M വിനോദ് എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ അരൈ ഗവൺമെന്റ് UP സ്കൂളിൽ സർഗ സാഹിത്യ പാഠശാലയ്ക്ക് തുടക്കമായി. ഇംഗ്ലീഷ് ക്യാമ്പും നടക്കും. അവധിക്കാലത്തെ സമ്പന്നമാക്കാൻ അരൈ ഗവൺമെന്റ് UP സ്കൂളിൽ സർഗ സാഹിത്യ പാഠശാല തുടങ്ങി. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും അറിവുത്സവം കേന്ദ്രങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പാഠശാല കവി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച കഥയുടെ വഴികൾ എന്ന വിഷയത്തിൽ പ്രകാശൻ മടിക്കൈ ക്ലാസ് എടുക്കും. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം ലഭിക്കാനാണ് ഇംഗ്ലീഷ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ശില്പശാലയിൽ നാരായണൻ അമ്പലത്തറ, വിനോദ് കുമാർ പെരുമ്പള, സിനിമോൾ K ബളാൽ, രാജേഷ് കൂട്ടക്കനി, ഹരിത നാരായണൻ എന്നിവർ പങ്കെടുത്തു. മുട്ടുന്തല മഖാം ഉറൂസ് ചൊവ്വാഴ്ച തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ മുട്ടുന്തല മഖാം ഉറൂസ് 23-ന് തുടങ്ങും. മുട്ടുന്തല മഖാം ഉറൂസ് കാഞ്ഞങ്ങാട് സംയുക്ത കാസി സയ്യദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പുലരുന്ന പ്രവാചക പ്രവചനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടക്കും. 29-ന് മുട്ടുന്തല മഖാം ഉറൂസിന് സമാപനമാകും. മുഴുവൻ ദിവസങ്ങളിലും മഗ്‌രിബ് നിസ്കാരാനന്തരം ദഫ്മുട്ട് അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി, റഷീദ് മുട്ടുന്തല, ലത്തീഫ് മാട്ടുമൽ, MA റഹ്മാൻ, അബ്ദുള്ള ഹുസൈനാർ, ഇല്യാസ് മുട്ടുന്തല തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നൽകിവരുന്ന പുരസ്കാരത്തിന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ അർഹയായി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ജില്ലയുടെ മലയോര മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് പുരസ്കാര സമിതിയുടെ വിലയിരുത്തൽ. പരപ്പ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പനത്തടി, കള്ളാർ, കോടോംബേളൂർ, കിനാനൂർ, കരിന്തളം, ബളാൽ, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയത്. പട്ടികവർഗ വിഭാഗക്കാർ കൂടുതലുള്ളത് ബളാൽ, കിനാനൂർ, കരിന്തളം, കോടോംബേളൂർ പഞ്ചായത്തുകളിലാണ്. മാവില, മലവേട്ടുവ വിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശങ്ങളിൽ പാർപ്പിടം, കുടിവെള്ളം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിലെ നടപടികൾ കണക്കിലെടുത്താണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ചത്. ഡൽഹിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ സാന്നിധ്യത്തിൽ ദളിത് സാഹിത്യ അക്കാദമി അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ SP ഷനാസ്കറിൽ നിന്ന് പരപ്പ ബ്ലോക്ക് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് ഇതെന്ന് അവർ പ്രതികരിച്ചു. ഒരു 64 ലക്ഷം വരുന്ന തുകയിൽ നിന്നുള്ളൊരു പ്രൊജക്റ്റ് കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി വന്നു. അത് നമ്മളെ ഭരണസമിതി തീരുമാനം അടക്കം ആ പ്രോജക്റ്റിന് നമ്മൾ അപ്രൂവൽ കൊടുത്തിട്ടാണ് അത് രണ്ടാമത് സ്റ്റേറ്റിന്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് അത് നമ്മളെ ഏരിയയിൽ 7ഓളം ഗ്രാമപഞ്ചായത്തിൽ SC/ST കോളനികളിൽ നടപ്പിലാക്കുന്ന സമഗ്ര വികസന പദ്ധതിയാണ്. അപ്പൊ ആ പദ്ധതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ 282ഓളം മഹിളാ സമാഖ്യ ഫെസിലിറ്റേറ്റർമാരെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം ഞങ്ങൾ 7 പഞ്ചായത്തിൽ പോയി തെരഞ്ഞെടുക്കുകയുണ്ടായി. അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഏരിയയിലും ഓരോ കോളനികളിലെ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ വീടില്ലാത്ത പ്രശ്നം, റേഷൻ കാർഡ് ഇല്ലാത്ത പ്രശ്നം, അവിടുത്തെ മദ്യപാനത്തിന്റെ പ്രശ്നം, ഇതൊക്കെ ഈ മഹിളാ സമാഖ്യ ഫെസിലിറ്റേറ്റർ മുഖാന്തരവും SC/ST പ്രൊമോട്ടർ മുഖാന്തരവും ഇതൊക്കെ വിഭാഗീയതയില്ല, എല്ലാവരും ഒരു മനസ്സോട് കൂടിയിട്ട് ഒരു കുടക്കീഴിൽ നിന്നതിന്റെ പ്രവർത്തനമാണ് നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ അവസരത്തിൽ ചാനലിൻ്റെ കൂടെ പറയുകയാണ്. ഇപ്പോൾ ഏത് അവാർഡ് നോക്കിയാലും ഇപ്പോൾ സ്റ്റേറ്റിൽ ഇപ്പോൾ സംയുക്ത നേതൃത്വ പരിപാലന പരിപാടിയിലായാലും നമുക്ക് ഇപ്പോൾ നമ്മളെ മികച്ചൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ സ്റ്റേറ്റിൽ നിൽക്കുന്നൊരു ബ്ലോക്ക് പഞ്ചായത്താണ്. അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും. നെല്ലിക്കാട്ട് അപ്പാട്ടിവളപ്പ് തറവാട്ടിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനം. സപ്താഹത്തിൽ പങ്കെടുക്കാൻ നിരവധി പേരെത്തി. നെല്ലിക്കാട്ട് അപ്പാട്ടിവളപ്പ് തറവാട്ടിൽ നടന്നുവന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് കല്ലമ്പള്ളി ഹരി നമ്പൂതിരിയാണ് നേതൃത്വം നൽകിയത്. 7ാം ദിവസമായ ശനിയാഴ്ച ഉദ്ധവോപദേശം, ഉദ്ധവരുടെ ബദരിയാത്ര, സ്വർഗാരോഹണം, കലിയുഗ വർണ്ണന, കൽക്കി അവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. അന്നദാനവും നടന്നു. ഭാഗവത കഥകൾ ശ്രവിക്കാൻ നാനാജാതി മതസ്ഥരായ ആളുകൾ അപ്പാട്ടിവളപ്പ് തറവാട്ടിലേക്ക് എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ നിയമനം നടത്തണമെന്ന് ആവശ്യം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. CPI കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. പതാക ജാഥകളെത്തി.
കാഞ്ഞങ്ങാട് പി സ്മാരക സമിതി 2014-16 വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോടതി സ്റ്റേ ചെയ്തു. വളകിലുക്കമല്ല, ബാൻഡ് വാദ്യം മുഴങ്ങും. പള്ളിക്കര കുടുംബശ്രീ CDSന്റെ ബാൻഡ് വാദ്യ സംഘം ആദ്യ പരേഡ് നടത്തി. അശാസ്ത്രീയമായ ഫെയർ വാല്യൂ വർധനവ് പിൻവലിക്കണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ കൺവെൻഷൻ. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പിന് തുടക്കം. NSSന്റെ അവധിക്കാല ക്യാമ്പുകൾക്ക് തുടക്കമായി. ക്രിസ്തുമസിന് വരവേൽക്കാൻ മലയോര ഗ്രാമങ്ങൾ ഒരുങ്ങി. നാട് ആഘോഷലഹരിയിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.